തിരുവനന്തപുരം വെള്ളറട കിളിയൂരിൽ മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തി. ജോസ് ആണ് കൊല്ലപ്പെട്ടത്. മകൻ പ്രജിൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, വലിയ നടുക്കമുണ്ടാക്കുന്ന വാർത്തയാണ്. എന്താണ് സംഭവിച്ചത്? പോലീസ് പറയുന്നത് എന്താണ് ഷഫീദ്? ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ നടുക്കമുണ്ടാക്കുന്ന ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ് തിരുവനന്തപുരത്ത് ഇന്ന് രാത്രി അവസാനിക്കാറാവുമ്പോൾ വരുന്നത്. ഇന്ന് രാത്രി 9:50 വെള്ളറട കിളിയൂർ പാൽ സൊസൈറ്റിക്കടുത്തുള്ള സ്ഥലത്ത് അവിടെ ജോസ് എന്ന ആളെ അദ്ദേഹത്തിന്റെ മകൻ തന്നെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. 70 വയസ്സായിരുന്നു ജോസിന്. ആ വീട്ടിൽ അമ്മയും അച്ഛനും മകനും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ എന്തോ വാക്കുതർക്കം ഉണ്ടായി എന്നുള്ള ഒരു വിവരം അത് നാട്ടുകാർ ഇപ്പോൾ പോലീസിനോട് ഒരു വിവരമായി പങ്കുവയ്ക്കുന്നുണ്ട്. ഈ അമ്മയുടെ വലിയ ബഹളം കേട്ട് അയൽക്കാരാണ് ഈ സംഭവ സ്ഥലത്തേക്ക് ആദ്യം ഓടിയെത്തുന്നത്. പിന്നാലെ വെള്ളറട പോലീസിൽ ഇവർ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് ഒരു 10 മിനിറ്റുള്ളിൽ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തി. അതിനുശേഷം ഈ മകനെ ആദ്യം പോലീസ് കസ്റ്റഡി എടുക്കുകയാണ് ചെയ്തത്. ജോസിന്റെ മൃതദേഹം തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മകനെ വെള്ളറട സ്റ്റേഷനിലേക്ക് എത്തിച്ച് വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ് പോലീസ് നിലവിൽ ഇപ്പോൾ വിലയിരുത്തുന്ന കാര്യം. പക്ഷേ മറ്റെന്താണ് പ്രകോപന കാരണം എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും പോലീസിന് വ്യക്തതയില്ല. ഈ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിവരം പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. 28 വയസ്സായിരുന്നു ഈ മകൻ പ്രജിന്. വലിയ വിദ്യാഭ്യാസമൊക്കെ നേടിയ ആളാണ് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നുണ്ട്. ശ്രീജിത്ത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.